അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി ഒ.പി. വിഭാഗം പ്രവർത്തനം ആരംഭിക്കാനുള്ള നീക്കം അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണത്തിന് മറുപടിയുമായി അഡ്വക്കേറ്റ് എ. രാജ എം.എൽ.എ. കാത്ത് കാർഡിയോളജി വിഭാഗം പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ ശരിയാംവിധം ആളുകൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂവെന്ന് എം.എൽ.എ. പറഞ്ഞു. ഇതിനായുള്ള ശ്രമം തുടർന്നു വരികയാണ്. ഇതിനായി 10 കോടിയോളം രൂപ ആവശ്യമായി വരും. ഇത് വകയിരുത്താൻ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. എം.എൽ.എ. അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കാത്ത് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നത് 2017-ലാണ്. അടിമാലിയിലും അതുപോലെ മാനന്തവാടിയിലുള്ള ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും കാത്ത് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമുക്കന്ന് 3,87,00,000 രൂപ അനുവദിക്കുകയും മാനന്തവാടിക്ക് 9 കോടിയോളം രൂപ അനുവദിക്കുകയും ചെയ്തു. അവിടെ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നിലവിൽ ഇതിൻ്റെ കെട്ടിട പണികളെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ TMT എക്കോ അടക്കമുള്ള മെഷീനറീസ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നെടുങ്കണ്ടത്ത് നിന്ന് ഒരു കാർഡിയോളജി ഡോക്ടറിൻ്റെ സേവനം ഒരു ദിവസത്തേക്ക് ഇവിടെ ഉറപ്പാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം DMAയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. നമ്മുടെ ആവശ്യം അദ്ദേഹം ഇവിടെ വരുവാണെങ്കിൽ ഒരു ദിവസം പോലെ ഒരാഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഈ ആശുപത്രി അദ്ദേഹം വരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ഇതിൻ്റെ പൂർണ്ണതോതിലുള്ള